ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ വാട്ടർമെലോൺ മൊഹിറ്റോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്ടർമെലോൺ എടുത്തിട്ടുണ്ട്, ഷുഗർ എടുത്തിട്ടുണ്ട്, ലെമൺ എടുത്തിട്ടുണ്ട്, പുതിനയില, സ്പ്രൈറ്റ്, ഐസ് ക്യൂബ്സ്. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. വളരെ നമ്മൾ റീഫ്രഷ് ആക്കുന്ന ചൂട് സമയത്തൊക്കെ വളരെ റീഫ്രഷ് ആക്കുന്ന ഒന്ന് സംഭവമാണ് മൊജിറ്റോ നമ്മൾ ഉണ്ടാക്കുന്നത്. മൊജിറ്റോ എന്നൊക്കെ പറയൂ കേട്ടോ ഇതിനെ. ആദ്യം തന്നെ നമുക്ക് വാട്ടർമെലോൺ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ക്യൂബ്സ് ആയിട്ടൊരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക. നമുക്കിത് ജ്യൂസ് അടിക്കാൻ മറ്റൊരു പോർഷനും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. പുതിനയില എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ഷുഗർ പൗഡറാക്കി അതും മാറ്റി വെച്ചു. ലെമൺ ജ്യൂസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ജ്യൂസായിട്ട് എടുക്കാം. ഒരു ജ്യൂസറിലിട്ട് നന്നായിട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് എടുക്കാം. ജ്യൂസർ എടുത്തു. ഇനി അതിലേക്ക് കഷ്ണങ്ങളൊക്കെ പിറകിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ പ്ലെയിനായിട്ട് തന്നെ നമുക്ക് ജ്യൂസ് അടിച്ച് എടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ കുമ്മട്ടി അരഞ്ഞ് ചേർന്ന് തന്നെ ജ്യൂസ് കിട്ടണം. കണ്ടോ, നന്നായിട്ട് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുതിനയിലയിൽ പകുതി പോർഷൻ എടുത്തിട്ട് ചെറുതായി അരിയുക, അല്ലെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് ഈ ജ്യൂസിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കണം. അതിൻ്റെ ഒരു രസം, പുതിനയുടെ ഒരു സ്വാദ് ഈ ജ്യൂസിലേക്കൊന്ന് ഇറങ്ങേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് അരിച്ചെടുക്കാം. മറ്റൊരു ബൗളിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. മുഴുവനായി ഒഴിച്ചു കൊടുക്കാം. ഇതിലധികം കുരുവില്ലാത്ത കുമ്മട്ടിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്, വാട്ടർമെലൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലത്തെ കുരു കുറഞ്ഞത് നോക്കി എടുക്കാൻ ശ്രമിക്കണം. ചെറിയ കുമ്മട്ടിയാണെങ്കിലും കുഴപ്പമില്ല. എല്ലാം കൂടി നന്നായി നമ്മൾ അരിച്ച് ചേർത്തു. ആ പുതിനയുടെ രസമൊക്കെ നന്നായി പിടിക്കത്തക്ക രീതിയിൽ നന്നായി അരിച്ചെടുത്തു. ഇനി നമുക്ക് മറ്റൊരു ഗ്ലാസ് ജാർ എടുക്കാം. അതിലേക്ക് ഈ ജ്യൂസ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുതിനയിൽ ഒരു 5 അല്ലി നമുക്ക് ഇട്ട് കൊടുക്കാം. 5 ഇലകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളെടുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അതും ഒരു 3-4 സ്പൂൺ ഇട്ട് കൊടുക്കാം. ടീസ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ അളവിലാണ് നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തത്. കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് 2 ചെറുനാരങ്ങയുടെ നീര്, അതും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കിനി ജ്യൂസ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ അരിച്ച് വെച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസ് മുഴുവനായി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന പുതിനയിലയും നാരങ്ങ നീരും ഷുഗർ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പോലെ ബീറ്റ് ചെയ്ത് ചേർത്തു. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം. ചെറുനാരങ്ങ ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരു മിൻറ്റ് ലീഫ് ഇട്ട് കൊടുക്കാം. പുതിനയില ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു വാട്ടർമെലൻ്റെ പീസ് അതും ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സും ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് സ്പ്രൈറ്റ് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. സോഡയോ സ്പ്രൈറ്റോ എന്താണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അധികം ഒഴിക്കരുത്. 2 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി നമ്മൾ ജ്യൂസാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് സ്പ്രൈറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ പുതിനയില കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മുഴുവനായിട്ട് തന്നെ. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തു. ഗ്ലാസ്സിലേക്ക് ഇനി ജ്യൂസും കൂടി അങ്ങ് പകർന്ന് മാറ്റി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഓരോ സ്ലൈസ് ചെറുനാരങ്ങ ഓരോ സ്ലൈസ് എടുത്തിട്ട് ഒരു ഗാർണിഷ് പോലെ ഒരു ഭംഗിക്ക് നമുക്ക് ഇങ്ങനെ ഗ്ലാസിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാം.
വളരെ ഫ്രഷായിട്ട് ഒരു റീഫ്രഷ് തോന്നുന്ന ഒരു ഡ്രിങ്കാണ്. നല്ല ചൂട് സമയത്തൊക്കെ ഇത് മൊജിറ്റോ ഒരു ഗ്ലാസ് നമ്മൾ കുടിക്കുകയാണെങ്കിൽ വളരെ റീഫ്രഷാണ്. ഓറഞ്ച് വെച്ചിട്ടും മൊസമ്പി വെച്ചിട്ടും വാട്ടർമെലൺ വെച്ചിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക.